ഇത്രയും കാലം ഈ ചേട്ടൻ നെഞ്ചിനകത്തെ തട്ടുംപുറത്തിട്ട് കൊണ്ടു നടന്ന പ്രതികാര ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് എന്റെ അനിയൻ അടിച്ചു വരുത്തി കൈ തന്നത്. ഇടിക്കോ ഇരോളെ, നീ നോക്കി, ഞങ്ങൾ ഏട്ടനും അനിയനും കൂടി അച്ഛന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കും. എന്നിട്ട് ഈ കൊച്ചി നഗരത്തിലൊരു വെലസും അല്ലട മോനെ. പിന്നെ ആകാശ് മോനെ, നമ്മളിപ്പോ പോകുന്നത് ഈ കൊയിരോളക്കുട്ടിയുടെ വീട്ടിലേക്കാ. അവിടെ ചെല്ലുമ്പോ മോൻ ചേട്ടനോട് ഒരു കാര്യം ചെയ്യണം. ചെയ്യോ? ആ, ഇവളുടെ അച്ഛനോടേ ഈ കൊയിരോള കുട്ടിയെ ചേട്ടനെ കെട്ടിച്ചേരാൻ പറയണം. പറയോ? ഞങ്ങളുടെ ഇന്ത്യയില് പെണ്ണ് ചോദിക്കുന്നത് ചെക്കന്റെ ബന്ധുക്കളാ. ചേട്ടന്റെ ഒരേ ഒരു ബന്ധു മോനല്ലേ? ആ, നീ എന്തിനത്ര നാണിക്കണേ? അല്ല, ഇനി ഇതെങ്കിലും നീട്ടിക്കൊണ്ടുകൊണ്ട് കാര്യമുണ്ടോന്ന് ആലോചിച്ചതാ. അതാലോചിക്കുന്നതിന് എന്തിനത്ര നാണം? ഞാൻ അതൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയതാ. എന്ത് ആദ്യ രാത്രിയാ? ഒന്ന് പോവും. ദൈവമേ, ഇപ്പൊ ഈ ഇടിയാണെങ്കിൽ അപ്പ എന്തിടിയായിരിക്കും? ആകാശമനെ വാവാ, മോന് ചായ കുടിക്കുന്നോ? ദാമോര 3 ചായ കുടി. ഇപ്പൊ എടുക്കാം. വാ മോനെ. എടാ കുട്ടാ, നീ അറിഞ്ഞോ നിന്റെ അച്ഛന്റെ സിൽബന്തിയ കേശവനില്ലേ, അയാൾക്ക് ഇന്നലെ രാത്രി വട്ടളകി പ്രാന്താശുപത്രി കൊണ്ടുപോയത്രേ. നിന്റെ അച്ഛന്റെ ആത്മാവിനെ കണ്ട് പേടിച്ചെന്നാ പറയുന്നത്. കുട്ടിച്ചാത്തന്റെ രൂപത്തിലാ വന്നതെന്ന്. പാവം, ദൈവത്തിന്റെ ഓരോരോ കളികളെ. ഇടിച്ച ആര്? അപ്പൊ ഇവന്മാരായിരിക്കുമല്ലേ ഇവനെ രാത്രി ഇടിച്ചത്. അവന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നണേ. ആരാ മോനെ അവന്മാര്? പറ. ഓഹോ, അപ്പൊ അത് തന്നെ. ഞാൻ ഇപ്പൊ വരാം. ഇത് പ്രതികാര വാരാഘോഷ, റിവെഞ്ച് വീക്ക്. ഓക്കേ? ഞാൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ നിന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യും? കയ്യിൽ തീപ്പെട്ടി ഉണ്ടോ? എന്ത് തീപ്പെട്ടി ഉണ്ടോന്ന്? ഇല്ല. ഒന്നുമില്ലെന്നേ. തീപ്പെട്ടി ഉണ്ടാ? ഇല്ല. ഓ ഷൂ, ഇവിടെ ഇല്ല. എന്നാ തീപ്പെട്ടി? നിന്നോടല്ല ചോദിച്ചത്. ഇവിടെ തീപ്പെട്ടി ഇല്ല. എന്താടാ എന്താടാ നിന്നെ ഇപ്പൊ ആരങ്ങട് വിളിച്ചേ? അങ്ങട് കാറങ്ങട് ഇറക്കാ. എന്താണ് സ്കൂൾ വിട്ടോല്ലോ എന്റെ പുറകെ? ഓ, ഞാൻ മാറിത്തരാം. എന്ത് കഷ്ടം. ബുദ്ധിവളർച്ചയിലത്തെ പിള്ളേരെ നീ അടിക്കണം പന്നി.
മോനെ ആകാശ് മനു, നിനക്ക് മതിയായില്ലേ? കുരള നിനക്ക് മതിയായില്ലേ? ഇവിടെ ഇവിടെ ഒന്നും മതിയാവില്ല മോനെ. ചേട്ടൻ കംപ്ലീറ്റ് വില്ലമാരെ അടിച്ചോടിച്ചു. ഇനി മോനെ ആരും അടിക്കൂല കേട്ടോ. മോന് ചേട്ടനില്ലേ? ഹാപ്പി ആയാ? ഹാപ്പി ഹാപ്പി. എക്സ്ക്യൂസ് മീ സാറേ, ഞാനിവിടെ ഉണ്ട്. ഞാൻ സാറിനെ കാണാൻ ഓഫീസിൽ വരാനിരിക്കായിരുന്നു. എന്താ കിട്ടിയ പൈസ അടിച്ചു പൊളിച്ച് തീർത്തോ? അതൊന്നുമല്ല. ഇവിടെയുള്ള ആൾക്ക് അങ്ങോട്ട് പറഞ്ഞു വിടാൻ ധൃതി. ജർമ്മനിയുള്ള സാറിനാണെങ്കിൽ ഏറ്റെടുക്കാനും ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് അയക്കാൻ പറഞ്ഞ് അവിടുന്ന് വിളിയോട് വിളി. 4-ാം തീയതിക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് നേരത്തേക്ക്. കക്ഷിയുടെ വിസയാണെങ്കിൽ അടുത്ത ആഴ്ച എക്സ്പയർ ആവും. ഞാൻ കാരണം തനിക്കുണ്ടായ ഭാരം നാളെ തന്നെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യിക്കാം. ഇതാ ഫ്ലൈറ്റ് ടിക്കറ്റ്. നാളെ 3 മണിക്കാ ഫ്ലൈറ്റ്. തനിക്ക് തരാനുള്ള ബാലൻസ് എമൗണ്ട് 5 ലക്ഷത്തിന്റെ DD. നമ്മുടെ എഗ്രിമെന്റ് പ്രകാരം നാളെ എയർപോർട്ടിൽ അയാളെ റിസീവ് ചെയ്യുമ്പോ തന്നാ മതി. പക്ഷെ അവിടുന്ന് വിളിച്ചു പറഞ്ഞു ടിക്കറ്റിനോടൊപ്പം ഹാൻഡ് ഓവർ ചെയ്തോളാൻ. എന്തോട് വാങ്ങിക്കാത്ത? അല്ല സാറേ, ആ പ്രശ്നക്കാരൻ പിന്നെയും വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ഇതല്ല പ്രശ്നം. സാർ അത് തിരിച്ചുകൊണ്ടോക്കോ. എന്നിട്ട് ഞാൻ അവൻ അയക്കുന്നില്ല. അയക്കുന്നില്ലേ? താൻ എന്താ ഈ പറയണേ? സാർ, അവൻ എന്റെ കൂടെപ്പുറപ്പാ. അവനെ പറഞ്ഞയക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ? അതൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് കൊള്ളാം. ഇതെന്താ കുട്ടികളിയാ? അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നെ താൻ തന്നെ പറഞ്ഞിട്ടല്ലോ ഞാൻ ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഇത് ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത്. എന്നിട്ടിപ്പോ? അല്ല സാറേ, ഇവൻ പറയുന്നത് ഞങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ചുകൂടി സമയം. ആലോചിക്കാനൊന്നും സമയമില്ല. നാളെ വൈകിട്ട് മിസ്റ്റർ ആകാശ് മേനെ ഇവിടുന്ന് കയറ്റി വിട്ടില്ലെങ്കിൽ എന്താ? ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴൊന്നുമില്ലോ. സംഭവം സാറ് പറഞ്ഞത് ശരി തന്നെയാ. എന്റെ ഭാഗത്ത് തന്നെയാ തെറ്റ്. ആ തെറ്റ് തിരുത്താൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. എടോ, താൻ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാതെ സംസാരിക്കുന്നത്. എന്ത് ഭവിഷ്യത്താണ് സാറേ? ഈ ഒരു ഇടപാടിൽ ജർമ്മനിയിലുള്ള ഏതോ ഒരു സാറ് എനിക്ക് ഒരു 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അത് ഞാനെടുത്ത് തിരിച്ചു കൊടുത്ത പ്രശ്നം സോൾവ് ആയില്ലേ? ഇതൊക്കെ പറയാൻ എളുപ്പാ, പക്ഷെ ഇതിനൊക്കെ അതിന്റേതായ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. തന്റെ അനിയനെ അഡോപ്റ്റ് ചെയ്യുന്നതിൽ തനിക്ക് പരിപൂർണ്ണ സമ്മതാണെന്നും പറഞ്ഞ് താൻ എഴുതി കയ്യൊപ്പിട്ട് തന്ന കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് അവിടെ എത്തിക്കഴിഞ്ഞു. ആയിക്കോട്ടെ, ഇതിപ്പോ തലപോണ കേസൊന്നല്ലോ. അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യും. എന്റെ അനിയന് വേണ്ടി ജർമ്മനിയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സാറിനോടനെ അങ്ങോട്ട് വിളിച്ചിട്ട് എന്റെ തീരുമാനം ഇതാണ്, ഞാൻ വാങ്ങിച്ച പണം തിരിച്ചറിയാൻ തയ്യാറുമാണ്, അതിന് കുറച്ച് സാവകാശമാണെന്ന് സാറിനോട് വിളിച്ച് പറയേ. ഇനിയിപ്പോ സാറ് വിളിച്ച് പറയുമ്പോ അങ്ങനെ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പറയാം. അതിപ്പോ ഇനി ഒന്നും പറയണ്ട, സാർ ചെല്ലേ. ചെല്ല് സാറേ. പടച്ചോനെ, ഇത് പുലിവാലാവൂലോ? ഇത് പുലിവാലാവും. ഇത് പുലിവാലാവേ. എടാ, നിന്റെ തീരുമാനമൊക്കെ ശരി തന്നെയാ. ഇക്കാര്യത്തിൽ ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ കടലാസിലൊക്കെ ഒപ്പിട്ട് കൊടുത്ത് പണം വാങ്ങിപ്പോയി സ്ഥിതിക്ക് കുഴപ്പാവുന്ന എന്റെ പേടി. അത് പേടിച്ചിട്ട് ആ പാവത്തിന് എന്നൊക്കെയായിട്ട് കയറ്റി വിടണോ? അല്ല, അതെന്തായാലും വേണ്ട. എന്നാ പിന്നെ ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായില്ല, അത് വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. അത്ര തന്നെ. Yeah, Mr. Subair. I've been trying your number since morning. ഞാൻ ഇന്ന് രാവിലെ എത്തി. Yeah, I want to meet him immediately. അതിനുവേണ്ടി മാത്രമാണ് വന്നത്. Where are you now? Oh, Chennai. No. I can manage. ഞാൻ തന്നെ പോയി കാണാം. Give me his address. ഉണ്ടോന്ന് നോക്ക്. I'll wait here. Sir. So, you are Mr. Anandakuttan, right? അതെ. Pleased to meet you. I am Samuel Isaac. പേരുകൊണ്ട് തന്നെ എന്നെ മനസ്സിലായി കാണും. അതല്ലെങ്കിൽ ഞാൻ വരുന്നത് ജർമ്മനിയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും മിസ്റ്റർ ആനന്ദക്കുട്ടന് എന്റെ വരവിന്റെ ഉദ്ദേശം ഊഹിക്കാം. അവിടെ സാമാന്യം നല്ല തിരക്കുള്ള ഒരാളാണ് ഞാൻ. ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇത്ര സഡനായി ഇവിടെ ലാൻഡ് ചെയ്തതിൽ നിന്ന് തന്നെ ഈ പ്രശ്നം വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ കാണുന്നതെന്ന് മിസ്റ്റർ ആനന്ദക്കുട്ടൻ യു ഷുഡ് നോ. ഒരു പേഴ്സണ് മറ്റൊരു പേഴ്സണോട് കാണിക്കാവുന്ന വളരെ മാന്യമായ ഒരു മര്യാദകേടുണ്ട് ഈ ലോകത്ത്. വി പീപ്പിൾ യൂസ് ടു കോൾ ഇറ്റ് ചീറ്റിംഗ്. യു നോ ചീറ്റിംഗ്. അത് വളരെ മനോഹരമായി താങ്കൾ എന്നോട് കാണിച്ചു. ഓക്കെ, ലീവ് ഇറ്റ്. ഇനി ഈ ബിസിനസ്സിൽ ഇത് താങ്കളുടെ ഒരു ചീപ്പ് ബാർഗൈനിങ് തന്ത്രമാണെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. പണം ഇനിയും ആവശ്യപ്പെട്ടോളൂ, എത്ര വേണമെങ്കിലും ഞാൻ തരാം. ബട്ട് യു മസ്റ്റ് കീപ് യുവർ വേർഡ്. സോറി സാർ,
സാറിപ്പ സംസാരിച്ച പോലെ ഒന്നും സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഉള്ള കാര്യം വെട്ടി തുറന്നങ്ങോട്ട് പറയാം. എനിക്ക് അവനെ പറഞ്ഞേക്കാൻ പറ്റില്ല. വൈ? അവൻ എന്റെ അനിയനാ, അത് തന്നെ. ഓ സി, നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അന്നും അയാൾ തന്റെ അനിയൻ തന്നെ ആണ്. അന്നത്തെ എന്റെ നിവൃത്തിയുടെ കൊണ്ട് ഞാൻ ആ പേപ്പറിൽ ഒപ്പിട്ടു, പൈസയും വാങ്ങി. എന്ന് വെച്ച് ഭീഷണിപ്പെടുത്താനാണ് സാറിന്റെ വരവെങ്കിൽ... ഇതുവരെ ഞാൻ സംസാരിച്ചതിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇനി എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വരും, നിങ്ങളുടെ ഭാഷ ഇതാണെങ്കിൽ. ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് വരട്ടല്ലേ സാറേ. ഞങ്ങൾ ഇന്ത്യക്കാർക്ക് പൈസയുടെ കുറവ് മാത്രമേ ഉള്ളൂ. സൂട്ടും കോട്ടൂട്ട സിനിമയിലെ വില്ലനെ പോലെ ബെൻസ് കാറിലൊക്കെ വന്നിറങ്ങിയ പേടിക്കണ കാലൊക്കെ പോയി സാർ. മൈൻഡ് യുവർ വേർഡ്സ്. എന്തേനു? അല്ല സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ബുദ്ധി വളർച്ചയില്ലാത്ത ഇങ്ങനെ ഒരാളെ തന്നെ ദത്തെടുക്കണമെന്ന് സാറിന് എത്ര വാശി? ബുദ്ധിയും ഭംഗിയൊക്കെയുള്ള കുട്ടികളെയല്ലേ സാധാരണ എല്ലാവരും ദത്തെടുക്കാറ്. അപ്പൊ ഇതിലെന്തോ ദുരിതാശമുണ്ട്. പാവപ്പെട്ടവന്റെ ബുദ്ധി വളർച്ചയില്ലാത്തവരുടെ കിഡ്നിക്കും കരളിനും ഒക്കെ ഡിമാൻഡ് കുറവൊന്നും ഇല്ലല്ലോ ഫോറിനില്ല, അല്ലേ സാറേ? അങ്ങനെ വല്ല ഉദ്ദേശമാണെങ്കിൽ മര്യാദക്ക് താമിന്റെ ജർമ്മനിക്ക് തിരിച്ചു പോവില്ല. സ്റ്റോപ്പ് ഇറ്റ് മിസ്റ്റർ ആനന്ദക്കുട്ടൻ. യു ഡോണ്ട് നോ ഹു ഐ ആം. അല്ല, അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവും ഇപ്പൊ എനിക്കില്ല. ബട്ട് വൺ തിങ്, എല്ലാ ലീഗൽ സ്റ്റാറ്റസും എനിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അനുജനെയും കൊണ്ട് ഞാൻ പോകും. നാളെ, അല്ലെങ്കിൽ വേണ്ട, 2-3 ദിവസം ആലോചിച്ചോളൂ. എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. മറുപടി യെസ് ആയാലും നോ ആയാലും എന്റെ തീരുമാനം ഉറച്ചതാണ്. എനിക്ക് അയാളെ കൊണ്ടുപോയേ പറ്റൂ. ആലോചിക്കുക. ഞാൻ ഈ സിറ്റി തന്നെ ഉണ്ടാവും, ബോൾഗാട്ടി റിസോർട്ടിൽ.